Dear students, all of you take page number 259. Where are we? Where are we? Okay, write the names of the continents in which the following countries lie. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ? Asia is the largest continent. പഠിച്ചല്ലേ? Asia is the largest continent എന്നൊക്കെ ഏതൊരു ലെസണിൽ നമ്മൾ പഠിച്ചതാണ്. ഇപ്പൊ നമുക്കറിയാം കോണ്ടിനെന്റ്സും കൺട്രീസും ഒക്കെ നമ്മൾ പഠിച്ചതാ. ഇനി കുറെ കോണ്ടിനെന്റ്സിന്റെ പേരും കൺട്രീസിന്റെ പേരൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. കുറെ കോണ്ടിനെന്റ്സ് ഉണ്ട്. അതുപോലെ എത്ര കോണ്ടിനെന്റ്സ് ഉണ്ട്? There are 7 continents അല്ലെ? There are 7 continents. Yes, correct. അപ്പൊ താഴെ ഒരു 20 കൺട്രീസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? You can identify the continents. നിങ്ങൾ എന്ത് ചെയ്യണം? ആ കൺട്രി ഏത് കോണ്ടിനെന്റ്സിലാണ് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഫസ്റ്റ് വൺ ഈസ് ഡൺ ഫോർ യു. ഒന്നാമത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. നോക്കാം. അർജന്റീന. അർജന്റീന ഈസ് ഇൻ സൗത്ത് അമേരിക്ക. അർജന്റീന എന്ന് പറയുന്ന കൺട്രി സൗത്ത് അമേരിക്ക എന്ന കോണ്ടിനെന്റിലാണ്. അതുപോലെ മംഗോളിയ. മംഗോളിയ ഈസ് ഇൻ വിച്ച് കോണ്ടിനെന്റ്? ഏത് കോണ്ടിനെന്റിലാണ് മംഗോളിയ എന്ന കൺട്രി സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യ എന്ന കോണ്ടിനെന്റിലാണ് മംഗോളിയ എന്ന കൺട്രി സിറ്റുവേറ്റ് ചെയ്യുക. മംഗോളിയ is a country lying in Asia. ഏഷ്യ എന്താ? ഏഞ്ചലെ അല്ല ഏഞ്ചലെ 259 പേജ് നമ്പർ 259. ഓക്കെ, മംഗോളിയ എന്ന കൺട്രി ഏഷ്യ എന്ന കോണ്ടിനെന്റിലാണ്. അതുപോലെ സൊമാലിയ. Somalia is a country. Somalia is lying in which continent? Aditya, Somalia. Have you heard about Somalia? Have you heard? കേട്ടിട്ടുണ്ടോ? Somalia is the name of a country. That Somalia is lying in Africa, continent of Africa. ആഫ്രിക്ക എന്ന കോണ്ടിനെന്റിലാണ് സൊമാലിയ എന്ന കൺട്രി. Africa. Then next one, Finland. Finland. എന്താ മോളെ? ഹന്ന പറഞ്ഞോ. Finland, Europe. Yes, correct. Finland lying in Europe. Finland, Europe. Next one, Ukraine. Fifth one, Ukraine. Ukraine is another country. Ukraine locating in which continent? Ukraine is locating in Europe. Ukraine also situating in Europe. Ukraine, Europe. Okay. Next one, Mexico. Mexico is another country. Mexico. North America. മെക്സിക്കോ നോർത്ത് അമേരിക്കയിലാണ്. നോർത്ത് അമേരിക്ക എന്ന കോണ്ടിനെന്റിലാണ് മെക്സിക്കോ സ്ഥിതി ചെയ്യുക. ഗ്രേസ് ഈസ് ടോക്കിംഗ്. I can see that. മെക്സിക്കോ എന്ന കൺട്രി നോർത്ത് അമേരിക്ക എന്ന കോണ്ടിനെന്റിലാണ്. Then seventh one, Ireland. Ireland is situating in Europe. Then eighth one, Kenya.
കെനിയ അതറിയില്ല. കെനിയ ഏത് കൺട്രി ഏത് കോണ്ടിനെന്റിലാ? ആദിത്യം പറയുന്നുണ്ട്. ആദിത്യം പറഞ്ഞ മോനെ. കെനിയ ആഫ്രിക്ക. വെരി ഗുഡ്. കെനിയ ലൊക്കേറ്റിംഗ് ഇൻ ആഫ്രിക്ക, ആഫ്രിക്കൻ കോണ്ടിനെന്റ്. Then next one USA. അതും അറിയാലോ. USA നോർത്ത് അമേരിക്ക. USA നോർത്ത് അമേരിക്ക. USA is a country, United States of America. It is lying in North American continent. North America എന്ന കോണ്ടിനെന്റിലാണ് USA എന്ന കൺട്രി സ്ഥിതി ചെയ്യുന്നത്. USA നോർത്ത് അമേരിക്ക. നെക്സ്റ്റ് വൺ ചിലി. ചിലി അതറിയുന്നല്ലേ? ചിലി ഏത് കോണ്ടിനെന്റിലാ? യെസ് ഹന്ന. സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്ക. വെരി ഗുഡ്. ചിലി സൗത്ത് അമേരിക്ക. There are 7 continents in the world. Asia is the largest continent, isn't it? Yes. Then we discussed about 10 countries. Argentina, Mongolia, Somalia, Finland, Ukraine, Mexico, Ireland, Kenya, USA and Chile. Then Argentina is in South America, Mongolia, Asia. തെറ്റിപ്പോകരുത്. Mongolia, Asia, Somalia, Africa, Finland, Europe, Ukraine, Europe, Mexico, North America, Ireland, Europe, Kenya, Africa, USA, North America, Chile, South America. ഇത്രയും കിട്ടിയോ? കിട്ടാത്തവരെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. നെക്സ്റ്റ് വൺ 11th വൺ. ലിസൺ. ഈജിപ്ത്. ഈജിപ്ത് ഏത് കോണ്ടിനെന്റിലാ? യെസ് മുഹമ്മദ്, ശരിയാണ്. ഈജിപ്ത് ലൊക്കേറ്റിംഗ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലാണ് ഈജിപ്ത്. ആഫ്രിക്ക. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, ഒന്ന് ശ്രദ്ധിച്ചെവിടെ. Which are the 7 continents? Did you know? Who will say the names of continents? 7 continents. 7 continentsന്റെ പേര് ആര് പറയും? യെസ് മുഹമ്മദ് കെ is ready. Okay മുഹമ്മദ് പറഞ്ഞോ. Which are the 7 continents? ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക. Okay. Which is the largest continent? ഏറ്റവും വലിയ കോണ്ടിനെന്റ്? ഏഷ്യ. ഏഷ്യ. Okay. Which is the smallest continent? ഓസ്ട്രേലിയ. Australia. Australia is the smallest continent. Okay. Next one. Egypt. Egypt is in Africa. Then Greece. Next one. Greece. Sai. Greece ഏത് കോണ്ടിനെന്റിലാ? ആദിത്യ, ഗ്രീസ് എന്ന് പറയുന്ന കൺട്രി ഏത് കോണ്ടിനെന്റിലാണ് മോനെ? ഏഞ്ചലെ ഏത് കോണ്ടിനെന്റിലാ മോളെ? ഗ്രീസ്. ഗ്രീസ് ഇൻ യൂറോപ്പ്. യൂറോപ്പ് എന്ന കോണ്ടിനെന്റിലാണ് ഗ്രീസ്. യൂറോപ്പ്. ഏബൽ ബിനോയ് is talking. I can see that. Next one, 13th one. Brazil. In which continent? Brazil. South America. Brazil is in South America. Edwin എഴുതിയേ. South America. Brazil, South America. Brazil, South America. Then Saudi Arabia. അതറിയുന്നല്ലേ?
സൗദി അറേബ്യ ഏത് കോണ്ടിനെന്റിലാ? സൗദി അറേബ്യ ഈസ് ദി ലാർജസ്റ്റ് കോണ്ടിനെന്റ്. ലാർജസ്റ്റ് കോണ്ടിനെന്റ് ആയ ഏഷ്യ. സൗദി അറേബ്യ ഈസ് ഇൻ ഏഷ്യ. Then 15th one, Canada. Canada. ഒക്കെ നിങ്ങൾ കേട്ട കാര്യങ്ങളല്ലേ മക്കളെ? കാനഡ എന്ന കൺട്രി ഏത് കോണ്ടിനെന്റിലാണ്? കാനഡ. യെസ്, ആദിത്യൻ ഈസ് റെഡി ടു സേ. ഓക്കെ ആദിത്യ, അൺമ്യൂട്ട് ആൻഡ് സേ. ആദിത്യ അൺമ്യൂട്ട് ചെയ്ത മോനെ. നോർത്ത് അമേരിക്ക. ഗുഡ്. നോർത്ത് അമേരിക്ക. കാനഡ ഈസ് ഇൻ നോർത്ത് അമേരിക്ക. Then 16th one, Portugal. Portugal. റുവൈസ് എന്താ മുഹമ്മദ് കെ പറഞ്ഞ മോനെ? പോർച്ചുഗൽ. യൂറോപ്പ്. പോർച്ചുഗൽ, യൂറോപ്പ്. വെരി ഗുഡ്. പോർച്ചുഗൽ, യൂറോപ്പ്. Then next one, Peru. Peru. ഗ്രേസേ, പെറു എന്ന കൺട്രി ഏത് കോണ്ടിനെന്റിലാ മോളെ? പെറു അറിയോ? പെറു സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിലാണ് പെറു. സൗത്ത് അമേരിക്ക. ഓക്കെ. 18th one, നോർത്ത് കൊറിയ. നോർത്ത് കൊറിയ. നോർത്ത് കൊറിയ ഏഷ്യയിലാണ്. ഏഷ്യ. നോർത്ത് കൊറിയ, ഏഷ്യ. Then 19th one, Madagascar. Madagascar. Yes, Hannah, Madagascar. ആഫ്രിക്ക. ആഫ്രിക്ക. മഡഗാസ്കർ, ആഫ്രിക്ക. Last one, Indonesia. Indonesia. Asia. Indonesia is in Asia. ഒന്നുകൂടെ 11 മുതൽ പറയാം. ഈജിപ്ത്, ആഫ്രിക്ക. ഗ്രീസ്, യൂറോപ്പ്. ബ്രസീൽ, സൗത്ത് അമേരിക്ക. സൗദി അറേബ്യ, ഏഷ്യ. കാനഡ, നോർത്ത് അമേരിക്ക. പോർച്ചുഗൽ, യൂറോപ്പ്. പെറു, സൗത്ത് അമേരിക്ക. നോർത്ത് കൊറിയ, ഏഷ്യ. മഡഗാസ്കർ, ആഫ്രിക്ക. ഇന്തോനേഷ്യ, ഏഷ്യ. Okay, so നമ്മൾ പറഞ്ഞു there are 7 continents in the world. Largest continent is Asia, smallest continent is Australia. Okay, any doubt anybody? കിട്ടിയില്ലേ? ആൻസർ മുഴുവൻ കിട്ടിയില്ലേ മക്കളെ? കിട്ടിയോ? കിട്ടിയോടാ മക്കളെ? Okay, good. Next page 260. Page number 260. Match the following countries. Old name and new name. You can do that. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓരോന്നിന്റെയും പഴയ പേര് അവിടെ തന്നിട്ടുണ്ട്, പുതിയ പേരും ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യാം. അതിന്റെ പുതിയ പേരിനെ പഴയ പേരുമായി മാച്ച് ചെയ്യാം. ഓക്കെ, മിസ് വായിക്കാം. ഫസ്റ്റ് കോളം ഓൾഡ് നെയിം ബർമ. നെക്സ്റ്റ് വൺ അബീസിനിയ, ഗോൾഡ് കോസ്റ്റ്, പേർഷ്യ, സിലോൺ, സെയർ, സിയാം, മെസപ്പൊട്ടോമിയ. കോളം ബി ന്യൂ നെയിം ഘാന, ഇറാഖ്, ശ്രീലങ്ക, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ദ കോങ്കോ, മ്യാൻമർ, തായ്ലൻഡ്, ഇറാൻ, എത്യോപ്യ. ബർമ. ബർമയുടെ പഴയ പേര് അല്ല പുതിയ പേരെന്താ മക്കളെ? ബർമ. ബർമ. ബർമയുടെ പുതിയ പേര് എന്താ? മ്യാൻമർ.
ന്യൂ നെയിം ഓഫ് ബർമ ഈസ് മ്യാൻമർ. ഇന്നത്തെ മ്യാൻമറിനെ കുറച്ച് നാൾ മുമ്പ് വരെ അറിയപ്പെടുന്നത് ബർമ എന്നാണ്. ഓക്കെ, ന്യൂ നെയിം ഓഫ് ബർമ ഈസ് മ്യാൻമർ. മ്യാൻമർ. ഓക്കെ, ദെൻ അബീസിനിയ എന്ന കൺട്രിയുടെ പുതിയ പേരെന്താണ്? അബീസിനിയ, എത്യോപ്യ. എന്താ? എത്യോപ്യ. ന്യൂ നെയിം ഓഫ് അബീസിനിയ ഈസ് എത്യോപ്യ. ഇന്ന് നമ്മൾ എത്യോപ്യ എന്നാണ് അറിയപ്പെടുക അല്ലെ? ഇന്ന് ആർക്കും അബീസിനിയാന്നോ ബർമാന്നൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല. എന്താണ്? അബീസിനിയയുടെ പുതിയ പേരാണ് എത്യോപ്യ. എത്യോപ്യ കേട്ടിട്ടില്ലേ മക്കളെ? ഡിഡ് യു ഹിയർ ദാറ്റ്? എത്യോപ്യ. Then third one, Gold Coast. What is the new name of Gold Coast? What is the new name of Gold Coast? What is the new name of Gold Coast? Gold Coast ന്റെ പുതിയ പേരാണ് എന്ത്? എന്ത്? ഘാന. എന്താ? ഘാന. ഘാന is the new name of Gold Coast. Gold Coast എന്നറിയപ്പെടുന്നത് ഘാന എന്ന പേരിലാണ്. Then fourth one, Persia. Persia കേട്ടിട്ടുണ്ടോ? Persia കേട്ടിട്ടില്ലേ? ആ പേർഷ്യയുടെ ഇന്നത്തെ പേരെന്താ? പേർഷ്യയുടെ ഇന്നത്തെ പേര് ഇറാൻ. ഇറാൻ. Persia is known as Iran today. ഇന്ന് പേർഷ്യ അറിയപ്പെടുന്നത് ഇറാൻ എന്ന പേരിലാണ്. Persia is known as Iran. New name of Persia is Iran. Then fifth one, Ceylon. Fifth one, Ceylon. Ceylon. Ceylon, Sri Lanka. Ceylon, Sri Lanka. Sri Lanka എന്ന കൺട്രിയുടെ പഴയ പേരാണ് സിലോൺ. Ceylon is the old name of Sri Lanka. Ceylon is the old name of Sri Lanka. Then sixth one, Zaire. Zaire പഠിച്ചല്ലേ? പഠിച്ചതാണോ? Democratic Republic of the Congo. Zaire, Democratic Republic of the Congo. അത് നമ്മൾ പഠിച്ചതാണല്ലേ? കോങ്കോ റിവർ ഒക്കെ പഠിച്ചല്ലേ? Zaire is the new name of Zaire is the old name of Democratic Republic of Congo. Then seventh one, Siam. Siam. Siam, Thailand. Thailand, yes, good. Thailand. New name of Siam is Thailand. Then eighth one, Mesopotamia. Mesopotamia. അതേതാ? ഇറാഖ് അല്ലേ? ഇനി ഒന്നും കൂടെ ചെയ്യാനുള്ളൂ. ഇറാഖ്. ഇത് കാണാതെ പഠിക്കണേ. പഠിക്കില്ലേ? അപ്പൊ ബർമയുടെ പുതിയ പേരാണ് എന്ത്? ബർമയുടെ പുതിയ പേര് മ്യാൻമർ, അബീസിനിയ, എത്യോപ്യ, then ഗോൾഡ് കോസ്റ്റ്, ഘാന, പേർഷ്യ, ഇറാൻ, സിലോൺ, ശ്രീലങ്ക, Zaire, Democratic Republic of the Congo, Siam, Thailand, Mesopotamia, Iraq. Okay. ഇനി അടുത്തത് തനിയെ ചെയ്യോ? അടുത്തത് കൊച്ചിൻ, കാലിക്കറ്റ്, പീക്കിംഗ്,
പൂന, ബാംഗ്ലൂർ, തഞ്ചാവൂർ, ബഡോറ, പാഞ്ചിം. Can you do it? Yes. Okay. Try to do yours. Tani ചെയ്തേ. ചെയ്തോ? It's too easy. മക്കളെ ഫിനിഷ് ആണോ? Okay. First one, Cochin. New name of Cochin is Kochi. അല്ലേ? Kochi. Second one, Calicut. Calicut. Kozhikode. Yes, Kozhikode. Next one, Peking. Peking. Pune ഒന്നുമല്ല. No, Pune അല്ല എഡ്വിനെ. Yes, ആദിത്യ പറഞ്ഞ മോനെ. Peking. അൺമ്യൂട്ട് ചെയ്തേ. Beijing. Beijing. Peking. Beijing. Okay, next one, Pune. Pune. ഏഞ്ചലെ പറഞ്ഞോ? Pune. Miss Pune. പൂനെ. പൂന എന്നത് എന്നറിയപ്പെടുന്നത് പൂനെ എന്നാണ്. പൂനെ. നെക്സ്റ്റ് വൺ, ബാംഗ്ലൂർ. ബാംഗ്ലൂർ now known as ബംഗളൂരു അല്ലേ? ബംഗളൂരു. ബാംഗ്ലൂർ known as ബംഗളൂരു now. Then Tanjore. Tanjore. Tanjore known as Tanjavur. Tanjavur. Tanjore, Tanjavur. Then Baroda. Baroda. Vadodara. Vadodara. Baroda, Vadodara. Last one, Panjim. Panjim known as Panaji. Panjim known as Panaji. I repeat once more. Cochin, Kochi, Calicut, Kozhikode, Peking, Beijing, Pune, Pune, Bangalore, Bengaluru, Tanjore, Tanjavur, Baroda, Vadodara, Panjim, Panaji. Got it? Got it? Okay, good. ഇത് കാണാതെ പഠിക്കാം കേട്ടോ. Next, famous inventions. Famous inventions. എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇത് നോട്ടിലേക്ക് എഴുതണം കേട്ടോ. ഈ രണ്ട് കാര്യങ്ങളും, അതായത് where are we എന്നുള്ളതും then and now എന്നുള്ളതും നോട്ടിലേക്ക് എഴുതാം. Okay. Yes. Then page number 261. All of you take page number 261. നോക്ക്, famous invention. പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ. Famous inventions. Read the clues and write the names of the instruments. Then match the names of the instruments with the pictures. എന്ത് ചെയ്യണം നിങ്ങള്? Clue അയക്കുക. First you read the clues and write the names of instrument. Clue അയക്കുക, ആ ഇൻസ്ട്രുമെന്റിന്റെ പേര് എഴുതുക.
ക്ലൂ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അത് ഏത് ഇൻസ്ട്രുമെന്റ് ആണ്, അതിന്റെ പേര് എഴുതുക. ദെൻ അത് 7 ചെയ്തതിന് ശേഷം ആഫ്റ്റർ യു ക്യാൻ ഐഡന്റിഫൈ ദ പിക്ചർ. ഓക്കെ, മനസ്സിലായോ? ആദ്യം നിങ്ങൾ ക്ലൂ വായിക്കുക. ഫസ്റ്റ് വൺ യു ക്യാൻ റീഡ് ദ ക്ലൂസ് ദെൻ ആൻഡ് റൈറ്റ് ദ ആൻസർ. Secondly, you identify the tools or instruments. Okay. First clue, options are barometer, thermometer, stethoscope, microscope, telegraph, calculator, telescope. ഒന്നുകൂടെ പറയാം. Barometer, thermometer, stethoscope, microscope, telegraph, calculator, telescope. Then first clue is I am used to observe heavenly bodies. I was invented by Galileo Galilei. Da parne I am used to observe heavenly bodies. Heavenly bodies ne niരീക്ഷിക്കാനാണ് എന്നെ യൂസ് ചെയ്യാ. I was invented. എന്നെ ഇൻവെന്റ് ചെയ്തത് ഗലീലിയോ ആണ്. Which is the correct answer? Who is ready? Yes, Sai പറഞ്ഞമോനെ. ടെലസ്കോപ്പ്. ഇനി അതിന്റെ പിക്ചർ ഐഡന്റിഫൈ ചെയ്തോ. വിച്ച് ഈസ് ദ പിക്ചർ? ടെലസ്കോപ്പ് ഏതാ ഇതില്? ടെലസ്കോപ്പ് ഏതാണ്? Can you identify telescope? ഓപ്ഷൻ കാണിച്ചാൽ മതി കൈ കൊണ്ട്. എത്രാമത്തതാ ടെലസ്കോപ്പ്? C അല്ലേ? ടെലസ്കോപ്പ് C. This is the picture of telescope. Can you see that? C is the picture of telescope. Okay, good. Telescope. Then second one, I am used by doctors to check the heartbeat. Rene Laennec of France invented me. Answer പറയാം നോക്ക്. I am used by doctors. എന്നെ എനിക്കറിയാം, നിങ്ങൾക്കൊക്കെ അറിയാം, എനിക്കറിയാം. I am used by doctors. എന്നെ ഡോക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുക. To check the heartbeat. ഹാർട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡോക്ടേഴ്സ് എന്നെ യൂസ് ചെയ്യും. എന്നെ കണ്ടുപിടിച്ചത് റെനെ ലാനക് ഓഫ് ഫ്രാൻസ് ഇൻവെന്റഡ് മീ. ലെനെ ലാനക് എന്നുള്ള ഫ്രാൻസിലെ ലെനെ ലാനക് ആണ് എന്നെ കണ്ടുപിടിച്ചത്. Who am I? ഞാൻ ആരാ? സ്റ്റെതസ്കോപ്പ്. ഓക്കെ, ഗുഡ്. സ്റ്റെതസ്കോപ്പ് ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യുന്നല്ലേ, ഇങ്ങനെ ഇട്ടുണ്ടാവില്ലേ സ്റ്റെതസ്കോപ്പ്. വിച്ച് ഇസ് ദ ഫോട്ടോ ഓഫ് സ്റ്റെതസ്കോപ്പ്? E is the picture of stethoscope. Okay. Then third one. I am used to transmit messages. മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി, അയക്കാൻ വേണ്ടിയാണ് ഞാൻ എന്നെ യൂസ് ചെയ്യുക. I was invented by സാമുവൽ മോസ്. സാമുവൽ മോസ് ആണ് എന്നെ കണ്ടുപിടിച്ചത്. എന്റെ ഇൻവെൻഷൻ നടത്തിയത് സാമുവൽ മോസ് ആണ്. എന്നെ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുക. പഠിച്ചതാണ് നമ്മൾ. എന്താ അത്? ടെലഗ്രാഫ്. ഓക്കെ, ടെലഗ്രാഫ്. Which is the picture of telegraph? Which is the picture of telegraph? G. This one is telegraph. അല്ലേ? Yes, this one is telegraph. G is telegraph. Then fourth one. I measure atmospheric pressure. എന്നെ എന്തിനാ യൂസ് ചെയ്യാ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ വേണ്ടി എന്നെ യൂസ് ചെയ്യും. ഈ ടോറിസെല്ലി ഓഫ് ഇറ്റലി ഇൻവെന്റഡ് മീ. ഇറ്റലിയിലെ ഈ ടോറിസെല്ലി എന്ന വ്യക്തിയാണ് എന്നെ ആദ്യമായി കണ്ടുപിടിച്ചത്. Who am I? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കുന്നത് ബാരോമീറ്റർ. Which one? Barometer. Barometer used to measure atmospheric pressure. അറ്റ്മോസ്ഫിയറിലെ അന്തരീക്ഷത്തിലെ സമ്മർദ്ദം പ്രഷർ അളക്കാൻ വേണ്ടിയാണ്
ബാരോമീറ്റർ യൂസ് ചെയ്യാം. ബാരോമീറ്റർ ബി. ദിസ് ഈസ് ബാരോമീറ്റർ. ബി ഈസ് ദ പിക്ചർ ഓഫ് ബാരോമീറ്റർ. Then fifth one, I am used to observe tiny objects which cannot be seen with the naked eye. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത സാധനം ഒബ്സർവ് ചെയ്യാൻ വേണ്ടി, അങ്ങനെയുള്ള സാധനങ്ങളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ യൂസ് ചെയ്യുക. Which one? Microscope. Yes, microscope. Microscope. F is the picture of microscope. F is the picture of microscope. F. Okay. Then eighth one, I am used. Sorry, sixth one, I am used to measure temperature. Temperature ഊഷ്മ അളക്കാനാണ് എന്നെ യൂസ് ചെയ്യുക. I was invented by G.D. Fahrenheit. G.D. Fahrenheit ആണ് എന്നെ കണ്ടുപിടിച്ചത്. എന്റെ ഉപയോഗം എന്താണ്? മെഷർ. എന്നെ എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്? ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി. The instrument used to measure temperature, which was invented by G.D. Fahrenheit. Sixth one, thermometer. അല്ലെ, ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ പനി നോക്കാൻ ഉപയോഗിക്കാറില്ലേ? നിങ്ങളുടെ പനി നോക്കാൻ വേണ്ടി തെർമോമീറ്റർ. തെർമോമീറ്ററിന്റെ പിക്ചർ ഉണ്ടോ? ഡി. ഡി is the picture of thermometer. ഇപ്പൊ അതൊക്കെ മാറിയല്ലേ? ഇപ്പൊ അതൊക്കെ മാറിയില്ലേ? അതൊക്കെ പണ്ട്. ഇപ്പൊ എന്താ, നിങ്ങൾ പോയ പാട് ആശുപത്രിയിലൊക്കെയാണ് നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് കാണിച്ചാൽ മതി, നേരെ നിങ്ങളുടെ ടെമ്പറേച്ചർ കിട്ടി. പിന്നെ ഇടയ്ക്ക് ഒരു കക്ഷത്തിൽ വെക്കുന്ന സംഭവമായിരുന്നു, അതും മാറി. ഇപ്പൊ ആശുപത്രിയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തിന് നെറ്റിക്ക് നേരെ പിടിച്ചാൽ മതി അല്ലേ? ഓരോന്നിന്റെയും പുതിയ പുതിയ രൂപങ്ങൾ വന്നുകൊണ്ടിരിക്കുക. Then last one, seventh one, I am used the word over to do mathematical calculation. കണക്ക് കൂട്ടാൻ ഉപയോഗിക്കുന്നത്, എന്നെ കണക്ക് കൂട്ടാനോ? Yes, calculator. Calculator, that is A. Okay. First one, telescope. Telescope used to observe heavenly bodies. It was invented by Galileo. Then second one, എന്താ നമ്മൾ പറഞ്ഞ സ്റ്റെതസ്കോപ്പ് അല്ലെ? സ്റ്റെതസ്കോപ്പ് യൂസ്ഡ് ദ ഡോക്ടേഴ്സ് ടു ചെക്ക് ദ ഹാർട്ട് ബീറ്റ് അല്ലെ? സ്റ്റെതസ്കോപ്പ് യൂസ്ഡ് ദ ഡോക്ടേഴ്സ് ടു ചെക്ക് ദ ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റ് അളക്കാൻ വേണ്ടിയാണ് സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുക. സ്റ്റെതസ്കോപ്പ് വിച്ച് വാസ് ഇൻവെന്റഡ് ബൈ ലെനെ ലാനക്. Then പിന്നെ പറഞ്ഞു ടെലഗ്രാഫ്. ടെലഗ്രാഫ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ദ മെസ്സേജസ്, which was invented by Samuel Morse. Then barometer. Barometer used to measure atmospheric pressure. Sai Krishna, listen here. Barometer used to measure the atmospheric pressure, which was invented by E. Torricelli. Then pinne parnu microscope. Microscope used to observe the tiny objects which cannot be seen with the eye, naked eye. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സാധനങ്ങളെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്റ്റെതസ്കോപ്പ്. അല്ല സോറി, മൈക്രോസ്കോപ്പ്. Then sixth one, thermometer. Thermometer used to measure the temperature. ഊഷ്മാവ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, which was invented by Fahrenheit, G.D. Fahrenheit. Then next one, calculator. Calculator used to the mathematical calculation. Okay, കിട്ടിയില്ലേ? Then next one, that is your homework. Page number 262 is your homework. 262. Okay, മക്കളെ ക്ലാസ്സിൽ കട്ടാകാറായി. ഇപ്പൊ എന്ത് ചെയ്യണം? നോട്ടിലൊക്കെ എഴുതില്ലേ? നോട്ടിലൊക്കെ എഴുതാട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മള് ഓൾഡ് നെയിമും ന്യൂ നെയിമും പഠിച്ചു, അത് നോട്ടിലേക്ക് എഴുതുക. പിന്നെന്താ പഠിച്ചത്? കൺട്രീസ് ആൻഡ് കോണ്ടിനെന്റ്സ് പഠിച്ചു, അത് നോട്ടിലേക്ക് എഴുതണം. പിന്നെന്ത് പഠിച്ചു? ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് യൂസസ് അല്ലെ? മെനി ഇൻസ്ട്രുമെന്റ്സ് that we studied 7 instruments and their uses, അതിന്റെ and its uses, അതിന്റെ ഉപയോഗങ്ങൾ പഠിച്ചു. അതിൽ കുറച്ച് ആൾക്കാരുടെ, അതിന്റെ ഇൻവെൻഷൻ നടത്തിയ ആൾക്കാരുടെ, ഇൻവെന്റേഴ്സിന്റെ പേരും നമ്മൾ പഠിച്ചു. ഇത് നോട്ടിലേക്ക് എഴുതാം കേട്ടോ മക്കളെ. ഓക്കെ, ബൈ ബൈ, സീ യു.